അങ്ങനെ വിജയം തുടരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ സമനില വഴങ്ങിയിരിക്കുകയാണ്. 1-1 എന്ന മാർജിൻ സ്കോറിലാണ് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരം സമാപിച്ചിട്ടുള്ളത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സാധാരണത്തെ പോലെ തന്നെ 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണെങ്കിൽ 4-2-3-1 എന്ന ഫോർമേഷനിലുമായിരുന്നു കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷും കൂടാതെ തന്നെ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗും മിലോസ് റിഞ്ചിച്ചും പ്രീതം കോട്ടാലും സന്ദീപ് സിംഗും. ഇനി മിഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് വാറുക്കും അലക്സാണ്ടർ കോയിഫും വിപിൻ മോഹനനും. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ജിമിനിസും രാഹുൽ കെപിയും നോഹ സദോയുമായിരുന്നു ആദ്യ ലെവനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അറ്റംപ്റ്റുകളാണ് നമുക്ക് ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ എടുത്തു പറയേണ്ടത് അവരുടെ ത്രൂ പാസ് തന്നെയാണ്. എല്ലാ താരങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു ത്രൂ പാസിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേമന്മാരാണ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുമാണ്. ഏതായാലും മത്സരത്തിന്റെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഡാനിഷ് ഫാറൂഖിൽ നിന്നുള്ള ഒരുപാട് അവസരങ്ങളായിരുന്നു. പക്ഷേ ഡാനിഷ് ഫാറൂഖിനെ സംബന്ധിച്ച് ആ താരത്തെ നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖ് ഇന്നത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഡാനിഷിന്റെ ഭാഗത്തു നിന്നും എന്തോ നമ്മളിലേക്ക് മിസ്സാവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു താരത്തിന് ബോൾ ഹാൻഡിൽ ചെയ്യാനും ബോൾ പാസ് കൊടുക്കാനും കുറച്ച് ടൈമൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള മാച്ച് അനാലിസിസ് ഫുൾ ആയിട്ടുള്ള വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ താരമായ അഥവാ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഡിമിക്ക് പകരക്കാരനായി വന്ന ഒരു താരമാണ് ഇദ്ദേഹം. പക്ഷേ പോസ്റ്റിനകത്തേക്ക് നോഹ സദോയി ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ഒരു ക്രോസ് കൊടുക്കുമ്പോൾ ആ ഒരു സൈഡിൽ അഥവാ ആ ഒരു പൊസിഷനിൽ അദ്ദേഹം എത്തുന്നില്ല എന്നതാണ്. നമുക്കറിയാം ദിമിത്രിയോസ് ആണെങ്കിൽ എപ്പോഴും ആ ഒരു പന്ത് പാസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോസ്റ്റിലേക്ക് അകത്തേക്ക് കയറാറുണ്ട്. പക്ഷേ ആ ഒരു ടൈമിന് ഡാനിഷ് ഫാറൂഖാണ് അവിടെ പന്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോസ്റ്റിലേക്ക് എത്തുന്നത് എന്നാണ് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഡാനിഷ് ഫാറൂഖിനെയും രാഹുൽ കെപിയെയും ഇന്നൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ കെപി ഇന്ന് ഫോർവേഡ് പൊസിഷനിലാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ ചിലയിടയ്ക്ക് രാഹുൽ കെപി മിഡിലും കൂടാതെ തന്നെ ഡാനിഷ് ഫാറൂഖ് വിങ്ങിലും കളിക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാഹുലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഹുലിന് ആദ്യ പകുതിയിൽ നല്ല രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും പുറത്തേക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അറ്റംപ്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതും ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതും ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയ്ക്ക് തന്നെയാണ്. ആദ്യ പകുതിയിൽ നോഹ സദോയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അറ്റംപ്റ്റുകളും കൂടാതെ കുറച്ച് ത്രൂ പാസുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് നോഹ സദോയുടെ ശരിക്കുമുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതും ആ ഒരു കളിക്കളത്തിലേക്ക് ലൂണ എന്നുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ കൂടി എത്തിയതോടെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ ആദ്യ പകുതിയെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിൽ നിന്നും ലെഫ്റ്റ് വിങ്ങിൽ നിന്നുമായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്രമണം മധ്യനിരയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അലക്സാണ്ടർ കോയിഫിനെ പിൻവലിച്ചുകൊണ്ട് പെപ്രയെ ഇറക്കി കളത്തിലേക്ക്, കൂടാതെ തന്നെ രാഹുൽ കെപിയെ പുറത്താക്കിക്കൊണ്ട് ഐമനെ ഇറക്കി, അതേസമയം സന്ദീപ് സിംഗിനെ പുറത്താക്കിക്കൊണ്ട് ഹോർമിപ്പാമിനെ ഇറക്കി, കൂടാതെ തന്നെ ജീസസ് ജിമിനിസിനെ പുറത്താക്കിക്കൊണ്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലൂണ എന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരുപാട് വൺ ടച്ച് പാസുകളാണ് ലൂണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരാണ് ലൂണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതുമായി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ലൂണ ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗാലറിയിലുള്ള ആവേശം നമ്മൾ കണ്ടതാണ്. ഏതായാലും രണ്ടാം പകുതിയിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് അറ്റംപ്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നോഹ സദോയുടെയും ലൂണയുടെയും കൂടാതെ തന്നെ ക്വാമി പെപ്രയുടെയും ഒരുപാട് അറ്റംപ്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഐമനെ തന്നെയാണ്. ഐമന് പോസ്റ്റിനുള്ളിലേക്ക് പ്രീതം കോട്ടാലിൽ നിന്ന് ഒരു പാസ് വരുന്നു. ഐമൻ ആണെങ്കിൽ അതൊരു പ്ലെയറെ കട്ട് ചെയ്യുന്നു, കൂടാതെ തന്നെ ഗോൾ കീപ്പറെയും കട്ട് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ ആ ഒരു ഡിഫൻസ് വലയം വന്ന് ഐമനെ ബ്ലോക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യം ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 58ാമത്തെ മിനിറ്റിലായിരുന്നു. അത് ഒരു ഫ്രീ കിക്കിലൂടെ ഒരു നൈസ് ഗോളായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അവിടെ ഒരു പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോൾ അടിക്കുമെന്നുള്ളത്. അധികം വൈകാതെ തന്നെ 66ാമത്തെ മിനിറ്റിൽ നിന്നും മുഹമ്മദ് ഐമന്റെ പാസിലൂടെ കൂടി നോഹ സദോയി ഒരു ഒറ്റക്ക്
പോയിട്ട് ഗോൾ അടിച്ചെന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായതുപോലെ തന്നെ ആദ്യം എതിർ ടീം ഗോൾ അടിക്കും, അതിനുശേഷം ലോങ് ഗോൾ അടിക്കും, അങ്ങനെയാണല്ലോ സാധാരണ. ഏതായാലും പോസ്റ്റിന് പുറത്ത് നിന്നും 3 താരങ്ങളുടെ ഇടയിലൂടെ ആയിരുന്നു മൊറോക്കൻ സ്ട്രൈക്കർ നോഹയുടെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയാം. ആ ഒരു ഗോൾ വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയാണ്. അഥവാ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കളി കാണുകയാണെങ്കിൽ ആ ഒരു രോമാഞ്ചം നമുക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ഇതോടുകൂടി 1-1 എന്ന മാർജിൻ സ്കോറിലായി മത്സരം. ഇനി അവസാനത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ലൂണയുടെയും നോഹയുടെയും ഒരു കോമ്പിനേഷൻ പ്ലേയിങ് സ്റ്റൈലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു മത്സരത്തിൽ സമനില വഴങ്ങിയിരിക്കുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന പകരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും എനിക്ക് ഇന്നത്തെ ഒരു മത്സരത്തിൽ മോശം അഭിപ്രായമുള്ളത്, മോശം എന്നൊന്നും അല്ല, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഡാനിഷ് ഫാറൂഖിനെ തന്നെയാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും നല്ല രീതിയിൽ കളിച്ച പ്ലെയറെ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ തന്നെ നമ്മൾ വിശദമായിട്ടുള്ള അനാലിസിസ് വീഡിയോ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ഒന്ന് ചാനൽ സബ് ചെയ്തൊക്കെ റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാം നാളെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഗുഡ് ബൈ.